കാവുകളും ജൈവസമ്പത്തും. നമുക്കറിയാം, കാവുകൾക്ക് നമ്മളുടെ ജൈവ സമ്പത്തിനെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രാധാന്യം എന്താണ്? എങ്ങനെയൊക്കെയാണ് കാവുകൾ നമ്മളുടെ ജൈവ സമ്പത്തുകളെ സംരക്ഷിക്കുന്നത് എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ന് നാം അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണല്ലോ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും, അല്ലേ? ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനനശീകരണമാണ്. വനനശീകരണം കൊണ്ട് നമ്മളുടെ മഴയ്ക്ക് ഇന്ന് കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. തന്മൂലം അന്തരീക്ഷ ഊഷ്മാവ് വളരെയധികം വർദ്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇന്ന് ഭീഷണിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാവുകൾക്ക് ഒരു ചെറിയ പ്രദേശത്തെയെങ്കിലും ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിലനിൽപ്പിന് സംരക്ഷിക്കാനുള്ള കഴിവ് ചെറുതല്ല. വിശദമായി നമുക്കൊന്ന് നോക്കാം. നമുക്ക് വളരെ സുപരിചിതമാണല്ലോ നാഗക്കാവുകളും ഭഗവതി കാവുകളും അയ്യപ്പൻ കാവുകളും. നമ്മളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഇതുപോലുള്ള ചെറിയ വനപ്രദേശം നമ്മളുടെ ജൈവ സന്തുലനത്തിന് ചെറിയ പങ്കല്ല വഹിച്ചിരുന്നത്. കാവുകളിൽ കാണപ്പെടുന്ന പല സസ്യങ്ങളും ഔഷധ കൂട്ടിന്, ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു. ആൽവർഗത്തിൽ പെടുന്ന അത്തി, ഇത്തി, പേരാൽ, അരയാൽ എന്നിവ അതിൽ ചിലതു മാത്രം. കൂടാതെ ആൽവർഗത്തിൽ പെടുന്ന സസ്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം, നമ്മളുടെ നാട്ടിലെ കാവുകളിലെ പ്രധാന ഒരു ഘടകമാണ് ആൽവർഗത്തിലെ മരങ്ങൾ. ഇവ വലിയൊരു ഓക്സിജൻ ദാതാവാണ്. ശുദ്ധവായു പുറത്തേക്ക് തള്ളാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരം കൂടെയാണ് ആൽവർഗത്തിൽപ്പെടുന്ന മരങ്ങളെല്ലാം തന്നെ. കൂടാതെ അവ നമ്മൾ നേരത്തെ പറഞ്ഞു ഔഷധ നിർമ്മാണത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ താനി, ഞാവൽ, ചെമ്പകം, നാഗപ്പൂവ്, നാഗമരം എന്നിവയൊക്കെ തന്നെ നമ്മളെ കാവുകളിൽ സുപരിചിതമായി നമ്മൾ കണ്ടുവരുന്നവയാണ്. ഇവയും പലതരത്തിലുള്ള ഔഷധമൂല്യമുള്ള ചെടികളാണ്. കൂടാതെ കാവുകളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള പക്ഷികൾ, ഉരകവർഗങ്ങൾ, സസ്തനികൾ എന്നിവയെല്ലാം തന്നെ നമ്മളുടെ കാനന വ്യവസ്ഥയ്ക്കും അല്ലെങ്കിൽ ജൈവ സന്തുലനത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിവർഗങ്ങളാണ്. കാരണം കാവുകളിൽ കാണപ്പെടുന്ന സസ്തനി വിഭാഗമായ വലിയ പഴവവ്വാലുകൾ, ഫ്ലൈയിങ് ഫോക്സസ്, ടീറോപ്പസ് ജൈജാൻഡിയസ് എന്നറിയപ്പെടുന്ന ഫ്ലൈയിങ് ഫോക്സസ്, വലിയ പഴവവ്വാലുകൾ ഒരുപാട് സസ്യങ്ങളുടെ അല്ലെ മരങ്ങളുടെ വിത്തുവിതരണ സമ്പ്രദായത്തിനും കൂടാതെ പരാഗണത്തിനും വളരെയധികം പങ്കുവഹിക്കുന്നു. ആൽവർഗത്തിൽപ്പെടുന്ന പഴങ്ങളെല്ലാം തന്നെ, അത്തിപ്പഴം അല്ലെങ്കിൽ മറ്റ് ആൽവർഗത്തിൽപ്പെടുന്ന പഴങ്ങളെല്ലാം, കോമണായി ഫിഗ് എന്നറിയപ്പെടുന്ന പഴങ്ങളെല്ലാം തന്നെ ഈ വവ്വാലുകൾക്ക് പ്രിയം ഏറിയതാണ്. ഭക്ഷണമായി ഈ പഴങ്ങൾ കഴിക്കുന്നതോടൊപ്പം അതിൻ്റെ വിത്ത് വിതരണം കൂടെ ഈ വവ്വാലുകൾ നടത്തപ്പെടുന്നു. 30 മുതൽ 40 കിലോമീറ്റർ ദൂരെ വരെയുള്ള ചുറ്റളവിൽ വിത്ത് വിതരണം നടത്തുന്ന ഈ വവ്വാലുകൾ നമ്മളുടെ ജൈവ സന്തുലനത്തിന് പ്രാധാന്യം വഹിക്കുന്നവയാണ്. കൂടാതെ നമ്മളുടെ പഞ്ഞിമരം, ഇലഞ്ഞി അതുപോലുള്ള ചെടികളുടെ തേൻ കുടിക്കുന്നതോടൊപ്പം പരാഗണവും ഈ വവ്വാലുകൾ നടത്തുന്നു. അപ്പം കാവുകളിൽ കാണപ്പെടുന്ന വവ്വാലുകൾ നമ്മളുടെ ജൈവ സന്തുലനത്തിന് പ്രാധാന്യം വഹിക്കുന്നതോടൊപ്പം നമ്മൾ ഈ കാവുകളെ സംരക്ഷിച്ചാൽ മറ്റ് ജീവജാലങ്ങൾക്ക് കൂടെ ഇവ സംരക്ഷണം നൽകുന്നു. അതൊക്കെ തന്നെ കാവ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഇവിടെ വ്യക്തമാക്കുന്നതാണ്. നമ്മളെ നാട്ടിൽ പഴയ കാലത്തൊക്കെ സുലഭമായി കണ്ടുവന്നിരുന്ന കുളക്കോഴി, പലതരത്തിലുള്ള വെരുക് വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ സ്വൈര്യമായി താമസിച്ചിരുന്ന അല്ലെങ്കിൽ വസിച്ചിരുന്ന ഒരു പ്രദേശമാണ് കാവുകൾ. അപ്പോൾ കാവ് നശിക്കുന്നതോടുകൂടെ ഇതുപോലുള്ള ജീവികൾക്കും വംശനാശം സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ജീവികളുടെ അല്ലെങ്കിൽ ഈ ഒരു സസ്യ ജന്തു ജീവജാലങ്ങളുടെ അനിഷേധ്യമായ ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടെയാണ് കാവുകൾ. അതൊക്കെ കൊണ്ട് തന്നെ
നമുക്ക് കാവ് സംരക്ഷണം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പിന്നെ അതുകൂടാതെ ഈ ജീവികളുടെയൊക്കെ നാശം മനുഷ്യൻ്റെ ജീവനും കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന ഔഷധ ചെടികളും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളും എല്ലാം തന്നെ മനുഷ്യനുമായിട്ടും ബന്ധം പുലർത്തുന്നവയാണ്. നമ്മളുടെ ജീവികൾ എല്ലാം തന്നെ ജീവനെല്ലാം തന്നെ, ജീവനുള്ള എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ പരസ്പരം ഒരു ബന്ധം പുലർത്തി വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു കണ്ണി നശിച്ചാൽ മറ്റ് ജീവന് കൂടെ അത് ഭീഷണിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാവുകൾ നിലനിർത്തുന്നതോടുകൂടെ നമ്മളുടെ ഒരു ചെറിയ പ്രദേശത്തെയെങ്കിലും ആവാസ വ്യവസ്ഥയെ കൂടെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. പിന്നെ നമ്മളുടെ കാവുകളിലൊക്കെ കാണുന്ന വറ്റാത്ത നീരുറവകൾ ഒരു ഗ്രാമത്തിന് മുഴുവൻ കുളിരേകാൻ പ്രാപ്തിയുള്ളതാണ്. അപ്പോൾ കാവ് സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ജലസ്രോതസ്സുകളുടെ വറ്റാത്ത സംരക്ഷണത്തിന് കൂടെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ നമുക്ക് കാവുകളുടെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. പിന്നെ ഉരകവർഗ്ഗങ്ങൾ, പലതരത്തിലുള്ള ഉരകവർഗ്ഗങ്ങൾ കാവുകളിൽ മാത്രം കാണപ്പെട്ടിരുന്നതാണ്. ഇന്ന് പല സസ്യങ്ങളും ജന്തുക്കളും ഉരകവർഗ്ഗങ്ങളും സസ്തനികളും എല്ലാം വംശനാശ ഭീഷണിയിലാണ്. കാരണം പലതരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടുതന്നെ നമ്മളുടെ റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുതന്നെ പല ഗ്രാമങ്ങളിലെയും കാവുകളും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്മൂലം പല ജീവജാലങ്ങളും വംശനാശ ഭീഷണിയിലുമാണ്. പലതരത്തിലുള്ള ദേശാടന പക്ഷികളുടെ സുരക്ഷിത കേന്ദ്രമാണ് ഈ കാവുകൾ. നമുക്കറിയാം, നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു പക്ഷിയാണ് ഇന്ത്യൻ പിട്ട. അതൊരു ദേശാടന പക്ഷിയാണ്. ഈ ദേശാടന പക്ഷി ആ പക്ഷിയുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നമ്മളെ നാട്ടിലെ കാവുകളിലേക്ക്, പൊന്തക്കാട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ കാവുകൾ നശിക്കുകയാണെങ്കിൽ ഈ ഒരു പക്ഷിയുടെ ദേശാടനത്തിനും അല്ലെങ്കിൽ വംശത്തിനും ചിലപ്പം ഭീഷണിയായി മാറും. അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും കാവുകൾ സംരക്ഷിക്കുന്നതോടുകൂടെ പക്ഷികൾ, ഉരകങ്ങൾ, സസ്തനികൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയൊക്കെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പം എല്ലാ ജന്തുജീവജാലങ്ങളുടെയും സംരക്ഷണത്തിന് ഇതുപോലുള്ള കാവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെ നാട്ടിലെ കാവുകൾ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.